മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കളുടെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളുകളാണ്, അല്ലേ? ലവ് ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം ഈസ് കോൾഡ് ചിൽഡ്രൻ. സ്നേഹമെന്നത് ഏറ്റവും പരിശുദ്ധമായി നിലനിൽക്കുന്നത് മക്കളോടുള്ളത് തന്നെയാണ്. കുട്ടികളുടെ മനസ്സും ഹൃദയവും വളരെ സോഫ്റ്റാണ്. മാതാപിതാക്കൾ എന്താണോ പറയുന്നത് അത് അതേപടി തന്നെ അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കും. മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം പറയുവാൻ. കാരണം ചില വാക്കുകൾ അവരെ പ്രോത്സാഹിപ്പിക്കും, എന്നാൽ ചില വാക്കുകൾ അവരെ തളർത്തിക്കളയുകയും ചെയ്യും. അവരുടെ ആത്മവിശ്വാസം തകർത്ത് കളയും. കുട്ടികൾ വികൃതി കാണിക്കും, കുട്ടികൾ അനുസരണക്കേട് കാണിക്കും, കുട്ടികൾ പഠിക്കാതിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടികൾ പ്രവർത്തിച്ചു എന്ന് വരില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ദേഷ്യം വരും. കാരണം അവര് അനുസരിക്കാതിരിക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ കുട്ടികളിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെയധികം സങ്കീർണമായ മാനസികാവസ്ഥയിലുമാണ് കടന്നു പോകുന്നത്. സമയത്തിന് എഴുന്നേൽക്കില്ല, സമയത്തിന് പഠിക്കില്ല, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കില്ല, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പരാതികൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി പ്രത്യേകമായി മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾ തൻ്റെ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിനക്കത് കഴിയില്ല, നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയില്ല, നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. നിനക്കത് കഴിയില്ല, ആ കുട്ടി എത്ര നന്നായി പെർഫോം ചെയ്യുന്നു, ആ കുട്ടി എത്ര നല്ല മാർക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞു ഒരിക്കലും അവരുടെ ആത്മവിശ്വാസത്തെ തകർത്ത് കളയരുത്. അങ്ങനെ കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് നീ ഒരു നാണക്കേടാണ്, നല്ല മാർക്ക് വാങ്ങുന്നില്ല, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പരാതി, അതുകൊണ്ട് തന്നെ നീ ഞങ്ങൾക്ക് ഒരു നാണക്കേടാണ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡാണ്, എൻ്റെ കുടുംബത്തിന് ഒരു ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ദേഷ്യം വരുമ്പോൾ ചില മാതാപിതാക്കൾ ശപിക്കും. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല, പറഞ്ഞ അനുസരിക്കാതിരുന്നാൽ നീ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ചില മാതാപിതാക്കൾ ശപിക്കാറുണ്ട്. ശാപം ശരിയോ തെറ്റോ? കഴുത, മരമണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വിളിക്കാറുണ്ട്. മോശം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കുട്ടികളെ എപ്പോഴും ശകാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു പെർമനൻ്റായ സ്കാർ ഉണ്ടായെന്ന് വരാം. അവരുടെ ഭാവിയെ തന്നെ ചിലപ്പോൾ ബാധിച്ചു എന്നും വരാം. അഞ്ചാമത്തെ കാര്യം, മാതാപിതാക്കൾ പറഞ്ഞ പോലെ അനുസരിച്ചില്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. പഠിച്ചില്ല എങ്കിൽ, നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് നല്ല പെർഫോമൻസ് ചെയ്താലേ എനിക്ക് സ്നേഹം ലഭിക്കൂ എന്നുള്ള ടെൻഷൻ കുട്ടിക്കുണ്ടായി എന്ന് വരാം. ആറാമത്തെ കാര്യം, നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നിന്നെ വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന ചില മാതാപിതാക്കളുണ്ട്. അത് അവരെ സുരക്ഷിത ബോധമില്ലായ്മയിലേക്ക് എത്തിച്ചേക്കാം. ഏഴാമത്തെ കാര്യം, കുട്ടികൾക്ക് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവും. അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ നിനക്കതിനൊന്നും സാധിക്കില്ല, നിനക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലായ്മ ചെയ്യരുത്. അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. മാതാപിതാക്കൾ നിത്യവും കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ, നിനക്കിത് ചെയ്യാൻ കഴിയും, നിനക്കത് കഴിയും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത്. പിഴവുകൾ സംഭവിക്കാം, ഓരോ പിഴവുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനായി ശ്രമിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം. നിന്നെപ്പോലെ നീയല്ലാതെ മറ്റൊരാളില്ല, നിന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്ക് നിന്നിൽ ആത്മവിശ്വാസമുണ്ട്, നിനക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീയാണ് ഞങ്ങളുടെ എല്ലാം എന്നും പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിരന്തരം നിങ്ങൾ പറയുമ്പോൾ കുട്ടിക്ക് തന്നെ മാറ്റങ്ങളുണ്ടാകും. എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കൾ കട്ടയ്ക്ക് സപ്പോർട്ടായി ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം മാത്രം മതി ഒരു കുട്ടി സന്തോഷമായിരിക്കാനും ഒരു കുട്ടി നേർവഴിക്ക് വരാനും. അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുക. താങ്ക് യു.